ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഡോറുകൾ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറ് വെക്കുന്നത് അതേ ആംഗിളിൽ അതേ ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് തുറക്കാവുന്ന സിസ്റ്റത്തിലാട്ടോ നമ്മൾ ഡോറ് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയും ഫിക്സറൊന്നും അടിക്കാതെ ആണ് നമ്മൾ ഡോറ് കൊടുക്കുന്നത്. ഇങ്ങനെ ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ഭാഗവും ഉപയോഗിക്കാനും അതേപോലെ ഒരുപാട് സ്ഥലമുള്ള പോലെയൊക്കെ തോന്നും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അത് കണ്ടോ അതിൻ്റെ ഡിഗ്രി. അപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ അടിവശത്തിൻ്റെ അതേ ചെരുവിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഫ്രെയിം കട്ട് ചെയ്യേണ്ടത്. അതിന് കണക്കാക്കിയിട്ട് വേണം ഡോറ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ കളറ് TKT പ്രിൻറ്റിംഗ് ആണ് കേട്ടോ. നല്ല പക്ക വുഡാൻ കളറിലാണ് നമുക്ക് ഈ സെക്ഷൻ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി കട്ടിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ അടിവശത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിം ആദ്യം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടാണ് നമ്മൾ ഈ ഡോറുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രെയിം ഫിറ്റിങ് പക്കയായിരിക്കണം, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിവശത്തോട്ടും മേൽവശത്തോട്ടൊക്കെ ഡയറക്റ്റ് സ്ക്രൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് ഡോറ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആ ഡോറിക്കുള്ള മാഗ്നറ്റാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. പിന്നെ സൈറ്റിൽ വന്നിട്ട് നമുക്ക് ഫ്രെയിം ഫിറ്റിങ്ങും അതേപോലെ ആ ഡോറ് തൂക്കിയിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഹാൻഡിലും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് എടുത്ത് പോരാവുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് ഒരു വായു സഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് എയർ ഹോൾ നെറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോറിൽ അതിൻ്റെ നെറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഹോൾ അടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവേർട്ടർ ഈ സ്റ്റെയറിൻ്റെ ചുവട്ടിൽ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എയർ ഹോൾ നെറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഒരു വായു സഞ്ചാരം നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് കേട്ടോ. നമ്മുടെ ഡോർ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാഗ്നറ്റ് വെക്കലും അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലുള്ള ആ സ്റ്റിക്കർ ചീന്തിയെടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു സിമ്പിൾ വർക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഡോറ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഡോറ് കൊടുത്തതുകൊണ്ട് ഭംഗി കൂടിയിട്ട് തന്നെ ഉള്ളൂ. നമ്മൾ ഈ ഓരോ ഡോറിലും വർക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ സിലിക്കോണൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാലത്തും ഇത് തൂങ്ങണ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിലോ അതേപോലെ അതിൻ്റെ ഉൾവശത്ത് കൂടെയൊക്കെ നമുക്ക് കയറി എല്ലാ മുക്കിലും മൂലയിലൊക്കെ എത്താൻ കഴിയും. അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെയുള്ള വർക്കുകൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വർക്ക് വളരെ കുറയുകയും ചെയ്യും, അതേപോലെ നമുക്ക് ചിലവ് കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.